പവാങ്കുഞ്ച എന്ന് പറഞ്ഞ മഴയുടെ മജീഷ്യൻ. അവരുടെ സഹായം തേടാറുണ്ട്. അപ്പം അവർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ കോർഡിനേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ അവർ മഴ പെയ്യില്ലെന്ന് അവർ നമുക്ക് ഗ്യാരണ്ടി തരും. മഴ പെയ്തില്ലെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി കേട്ടോ. അല്ലല്ല, അവർ മഴ മാറ്റുവാണ്. നിങ്ങളുടെ വെതർ പ്രൊഡിക്ഷനകത്ത് നിങ്ങൾ അവിടെ ടൊറൻഷ്യൽ റെയിനാണ് ഫോർകാസ്റ്റിൽ. നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മൾ ഇത്രയും വട്ടത്തിൽ മാത്രം മഴയിൽ ബാക്കി ചുറ്റോട് ചുറ്റും ഭയങ്കരമായിട്ടും മഴ. മൈനിങ്ങിന് വേണ്ടി ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. ചില മഴക്കാലത്ത് ഞങ്ങൾക്ക് ഈ കോൾ ഇവാക്യുവേറ്റ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ്. ചില സമയത്ത് കപ്പലുകൾ വന്ന് കിടക്കുമ്പോൾ ഡെമറേജ് ആയി കിടക്കുമ്പോഴത്തേനും കോൾ നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്റ്റോക്ക് പൈലുണ്ടാവും, പക്ഷേ നമുക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം പലരും പറഞ്ഞിട്ട് ഞാനും ആദ്യമൊക്കെ എന്ത് ബ്ലാക്ക് മാജിക്, നമ്മളൊരു മലയാളികളുടെ സ്വതസിദ്ധമായ ഒരു പുച്ഛത്തോടുകൂടി ഞാൻ പറയും എന്ത് ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞെങ്കിലും പലരുടെയും എൻ്റെ സ്റ്റാഫുകളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ ഇവരെ കൊണ്ടുവരികയും അപ്പം എനിക്ക് അതിനകത്ത് 4 ദിവസമൊക്കെ അവരെനിക്ക് മഴ നിർത്തി തരികയും, അപ്പം നമ്മളത് കാണുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഞാനത് മഴ നിർത്തി തന്നു. എൻ്റെ ആ സ്റ്റോക്ക് പൈലിൽ, അത് ഒരു 10 ഏക്കർ വരുന്ന ഒരു സ്റ്റോക്ക് പൈലാണ്, അവിടെയാണ് നമ്മൾ കോൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വട്ടത്തിൽ മഴയില്ല, അതിൻ്റെ ചുറ്റോട് ചുറ്റും കാറ്റും മഴയും ബഹളവും പരിപാടികളെല്ലാം അതൊക്കെ നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണത്.